ഇവിടുത്തെ സന്യാസിമാർക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അവർ വസ്ത്രം ധരിക്കില്ല, മുഴുവൻ സമയവും പൂർണ്ണ നഗ്നരായിട്ടാണ് നടക്കുകയുള്ളൂ. ഈ മലയുടെ മേളിൽ അങ്ങനെ ഒരുപാട് സന്യാസിമാരുണ്ട്. ഒരു തുണ്ട് വസ്ത്രം പോലും ധരിക്കാതെ പൂർണ്ണ നഗ്നരായിട്ട് നടന്നു പോകും കേട്ടോ. അതും ഈ ടൗണിക്കോടെയൊക്കെ ആളുകളുടെയൊക്കെ ഇടയിലൂടെ. കർണാടകയിലെ ഹാസൻ ജില്ലയിലുള്ള ശ്രാവണ ബലഗോളയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഹാസനിൽ നിന്ന് ഷെട്ടിഹള്ളി ഗ്രാമത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് നേരെ ശ്രാവണ ബലഗോള വരെ എത്തുന്ന വീഡിയോ ആണ് ലാസ്റ്റ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ശ്രാവണ ബലഗോളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് പോകുന്നത്. ശ്രാവണ ബലഗോള എന്ന ചെറിയ പട്ടണമാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരുപാട് ജൈന ക്ഷേത്രങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തമാണ് ഈ ശ്രാവണ ബലഗോള. വിന്ധ്യഗിരി എന്നും ഇന്ദ്രഗിരി എന്നും അറിയപ്പെടുന്ന വലിയൊരു മലയും അതുപോലെ തന്നെ ചന്ദ്രഗിരി മലയും, അങ്ങനെ 2 മലകളുടെ താഴെയായിട്ടാണ് ഈ ചെറിയ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സമയം രാവിലെ 5:45 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോകേണ്ടത് വിന്ധ്യഗിരിയിലേക്കാണ്. വിന്ധ്യഗിരി അഥവാ ഇന്ദ്രഗിരി കണ്ടോ, ആ കാണുന്ന മലയുടെ മുകളിൽ അവിടെ ബാഹുബലി അഥവാ ഗോമതേശ്വരന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയത് ഒറ്റക്കല്ലിൽ തീർത്തതുമായിട്ടുള്ള ബാഹുബലി സ്റ്റാച്യു അവിടെ ഉണ്ട് നമുക്ക് കാണാനായിട്ട്. അതുപോലെ ഒട്ടേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടേറെ കാര്യങ്ങളും അറിവുകളും എല്ലാമാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ സമയം 6 മണി ആകുമ്പോഴാണ് മേളിലേക്ക് നമുക്ക് ഈ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് തരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാഴ്ച ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ഗോപുരം കാണാം നമുക്ക്, അതിൽ നിറയെ പ്രാവുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതല്ല കേട്ടോ, ഈ ശ്രാവണ ബലഗോള എന്നുള്ള പേരിനർത്ഥം അല്ലെങ്കിൽ ആ പേരെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ബാഹുബലി സ്റ്റാച്യു ഉണ്ടെന്ന് പറഞ്ഞല്ലോ മേളിൽ. അപ്പോൾ ബാഹുബലി സ്റ്റാച്യുവിൽ 12 വർഷം കൂടുമ്പം മഹാമസ്തകാഭിഷേകം നടത്തും. അപ്പോൾ ഒരിക്കലും അങ്ങനെ അഭിഷേകം നടത്തുന്ന സമയത്ത് പാലുകൊണ്ട് അഭിഷേകം ചെയ്തപ്പോഴത്തേക്കും ആ പാല് ആ മലയ്ക്കൂടെ ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഗേറ്റ് ക്ലോസ് ചെയ്തേക്കുവാണ്, അതൊക്കെ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. ആ കുളത്തിലേക്ക് വന്ന് പതിച്ചു. അപ്പം ആ വാക്കിനർത്ഥം ശ്രാവണ ബലഗോള, മങ്ക് ഓഫ് ദ വൈറ്റ് പോണ്ട് അഥവാ വെള്ളക്കുളത്തിലെ സന്യാസി. അപ്പോൾ അങ്ങനെ ആ പാലൊഴുകി വന്ന് ഈ കുളം വെള്ള നിറത്തിലായെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് ശ്രാവണ ബലഗോള എന്ന് പേര് വന്നത്. കണ്ടില്ലേ? അപ്പം മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. പിന്നെ അത് ചന്ദ്രഗിരി മല ആ കാണുന്ന കേട്ടോ, അവിടേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് 1 വർഷം മുമ്പ് ഇവിടെ വന്നതാണ്. സമയം 6 മണി കഴിഞ്ഞല്ലോ, എന്നിട്ട് എന്താണ് ഈ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് തരാത്തത്? ഇന്ന് തിരക്കുമില്ല. അന്ന് വന്നപ്പം നല്ല തിരക്കുണ്ടായിരുന്നേ, സ്കൂൾ കുട്ടികളൊക്കെ ആയിട്ട്. ഇന്ന് ആരും തന്നെ ഇല്ലല്ലോ ഇവിടെ. എന്ത് പറ്റി? എന്തായാലും കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ. 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശനം കേട്ടോ ഇവിടെ ഈ 2 മലകളിലേക്കും. അപ്പോൾ നമുക്ക് ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് തന്നെ 6:30 ആയിട്ടോ. 6:30 ആയപ്പോഴാണ് മുകളിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുവാദം തന്നത്. അപ്പോൾ ചെരുപ്പൊക്കെ താഴെ ഇവിടെ സൂക്ഷിക്കാനുള്ള കൗണ്ടറുണ്ട്. നഗ്ന പതനായിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന വിന്ധ്യഗിരി, ഈ വിന്ധ്യഗിരിയാണ് ഈ 2 മലകളിലും വെച്ച് ഏറ്റവും ഉയരം കൂടിയ മല. അങ്ങനെ നമ്മൾ സൂര്യോദയം കണ്ടുകൊണ്ടത് മലയുടെ മേളിലേക്ക് കയറുകയാണ് കേട്ടോ. വിന്ധ്യഗിരി, ഇന്ദ്രഗിരി മലയുടെ മേളിലേക്കാണ് കയറുന്നത്. പിന്നെ ഇവിടെ പ്രൊഫഷണൽ ക്യാമറസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റാണ്. അപ്പോൾ അവരുടെ കുറേ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം. അതിലെന്ത് കാര്യമാണുള്ളത് അല്ലേ? എന്ത് ലോജിക്കാണെന്ന് ആലോചിച്ച് നോക്കി. ഈ മൊബൈൽ ക്യാമറയിൽ എടുക്കുന്നതും പ്രൊഫഷണൽ ക്യാമറ എടുക്കുന്നതും രണ്ടും നല്ല അടിപൊളി വിഷ്വൽസ് അല്ലേ? ഇപ്പോഴത്തെ ഐഫോണിലും നല്ല ക്യാമറസൊക്കെ ഉണ്ടല്ലോ മൊബൈലിൽ. അപ്പോൾ അത് വെച്ചെടുക്കുമ്പോൾ വ്യത്യാസം എന്താണ്? ഓരോരോ രീതികളല്ലേ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റുകളിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു ക്യാമറയും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയണം. ഇതങ്ങനെയല്ല. അപ്പോൾ ഈ വിന്ധ്യഗിരി മലയാണ് 2 മലകളിലും വെച്ച് ഏറ്റവും ഉയരം കൂടിയത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് 3288 അടി ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ തറനിരപ്പിൽ നിന്ന് 438 അടി, ഏകദേശം 133 മീറ്റർ ഉയരമാണേ ഉള്ളത്. അതുപോലെ സ്റ്റെപ്പുകൾ കണ്ടില്ലേ, പാറയിൽ കൊത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഏകദേശം 700ഓളം സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താനായിട്ട്. നല്ല കുത്തനെയുള്ള മലയാണ് ഇത്, കണ്ടില്ലേ? അപ്പോൾ കുറച്ച് എഫോർട്ട് വേണം ഈ സ്റ്റെപ്പ് വഴി കയറി മുകളിൽ എത്തണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ പന്തലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ അനുഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിശ്രമിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതേ ശ്രാവണ ബലഗോള പട്ടണം മൊത്തമായിട്ട് തന്നെ കാടാട്ടം എടുത്ത് നോക്കി കഴിഞ്ഞാൽ. അതുപോലെ ചന്ദ്രഗിരി മല, അതൊക്കെ അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലേ. അതുപോലെ കുളം കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രവേശന കവാടത്തിനരിയിലേക്ക് എത്താൻ പോവുകയാണേ. ഇത് ഇവിടെ നോക്കി, ഈ പാറയിൽ കാൽപാദങ്ങൾ കൊത്തി വെച്ചേക്കുന്നത്, അതുപോലെ ലിഖിതങ്ങളൊക്കെ കാണട്ടെ. ഇങ്ങനെയുള്ള നിരവധി ലിഖിതങ്ങളും ചിത്രങ്ങളൊക്കെ നമുക്ക് ഈ മലമുകളിലൊക്കെ ആയിട്ട് കൊത്തി വെച്ചേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ പ്രവേശന കവാടം കടന്ന് നമ്മൾ എത്തുന്ന ഒരു ക്ഷേത്രത്തിന് അരിയിലേക്കാണ്. ഒഡേഗ ബസതി എന്ന് പറയും. ഇവിടെയൊക്കെ നമുക്ക് വിശ്രമിക്കാം കേട്ടോ. കണ്ടില്ലേ, അവിടേക്ക് ഇരിക്കാം. ഇതാണ് ഒഡേഗൽ ക്ഷേത്രം അഥവാ ഒഡേഗൽ ബസതി എന്ന് പറയും. അപ്പം ഈ
ഒഡേഗ എന്ന വാക്കിനർത്ഥം നമുക്ക് കാണാം ക്ഷേത്രത്തിൻ്റെ മതിലിലൊക്കെ കുറേ ശിലകൾ ഇങ്ങനെ ചാരി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രാദേശികമായിട്ട് ഒഡേഗ എന്നാണ് പറയുന്നത്, അതായത് സ്റ്റോപ്പ് സ്റ്റോണുകൾ. അപ്പോൾ ഒഡേഗ എന്ന വാക്കിൽ നിന്നുമാണ് ഒഡേഗൽ ബസദി എന്ന പേര് ലഭിച്ചത്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുമരുകൾക്കും അതുപോലെ അടിത്തറകൾക്കൊക്കെ നല്ല ബലം കിട്ടാനായിട്ടാണ് ആ സ്റ്റോണുകൾ അങ്ങനെ കുത്തിച്ചാരി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒഡേഗൽ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രം ജൈനമതത്തിൽ മൊത്തം 24 തീർത്ഥങ്കരന്മാരാണ് ഉള്ളത്. അതിൽ 1ാമത്തെ തീർത്ഥങ്കരനായ ഋഷഭനാഥനും 16ാമത്തെ തീർത്ഥങ്കരനായ ശാന്തിനാഥനും 22ാമത്തെ തീർത്ഥങ്കരനായ നെമിനാഥന് വേണ്ടിയിട്ടും സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒഡേഗ ക്ഷേത്രം. ഈ പാറപ്പുറത്ത് നിരവധി ലിഖിതങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഗ്ലാസ്സൊക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാറപ്പുറത്തായിട്ട് നിരവധി മണ്ഡപങ്ങളൊക്കെ, കല്ലിൽ തീർത്തേക്കുന്ന മണ്ഡപങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് മേളിലേക്കാണ് പോകേണ്ടത്. അതാണ് 2ാമത്തെ കവാടം. ഇവിടെയൊക്കെ നമുക്ക് ഈ പാറയിൽ നിരവധി ലിഖിതങ്ങളും കൊത്തുപണികളും ഒക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ പാറയിൽ കൊത്തി വെച്ചിരിക്കുന്നത് തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങളാണ് കേട്ടോ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശില്പങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, റിലീഫ് വർക്കാണ്, ശില്പമായിട്ടല്ല. കണ്ടില്ലേ, ഇങ്ങനെ കൊത്തിയെടുത്തേക്കുമാണ്. അതുപോലെ ഇവിടെ ഗോമതേശ്വരൻ്റെ ഒരു റിലീഫ് വർക്ക് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അകത്ത് കണ്ടോ, ഇങ്ങനെ മണ്ഡപങ്ങൾ കാണാം, പൂർണ്ണമായിട്ടും കല്ലിലാണ് കേട്ടോ. അതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് മുകളിലേക്ക് കയറേണ്ടത് കേട്ടോ. ഇവിടുത്തെ ഈ മണ്ഡപങ്ങളും അതുപോലെ ഈ കെട്ടുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് കണ്ടോ, സ്വാഭാവികമായിട്ടുള്ള ആ പാറകൾ കണ്ടില്ലേ, അതങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, മനസ്സിലായില്ലേ? ആ പാറ അങ്ങനെ തന്നെ നിർത്തിയിട്ട് അതിൻ്റെ വശങ്ങളിൽ നിന്ന് ഇങ്ങനെ കെട്ടിയെടുത്തേക്കുവാണ്. കണ്ടോ, അങ്ങനെ എല്ലാ പാറകളും അതേപോലെ തന്നെ നിലനിർത്തിയേക്കുവാണേ. അപ്പോൾ വീണ്ടും നമ്മളൊരു പ്രവേശന കവാടത്തിനരികിലേക്കാണ് നടന്നെത്തുന്നത്. അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് തോന്നണേ. അമ്മ കണ്ടോ, പാവം കേട്ടോ. ഇച്ചിരി എഫോർട്ട് വേണേ നമുക്ക്. ഈ സ്റ്റെപ്പുകൾ കുഴപ്പമില്ല, താഴേന്ന് ആ കാണുന്ന പടവുകൾ കയറണമെന്നുണ്ടെങ്കിൽ. നിരവധി കൊത്തുപണികൾ ഈ തൂണിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനത്തെ കവാടം കിടന്ന് ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ തൂണുകളിലൊക്കെ നമുക്ക് ഒരുപാട് കൊത്തുപണികളും ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് കണ്ടില്ലേ, പാവം കേട്ടോ, കുറേ കഷ്ടപ്പെട്ടു മുകളിലെത്താനായിട്ട്. അപ്പോൾ അതെ, ഈ മതിൽക്കെട്ടിനുള്ളിലാണ് ബാഹുബലി ക്ഷേത്രവും ബാഹുബലി സ്റ്റാച്യു ഒക്കെ ഉള്ളത് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇനി അകത്ത് കയറി നമുക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഇതിലെയാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ശ്രാവണബെലഗോളയിലെ ക്ഷേത്രങ്ങളെ നമുക്ക് ഗ്രാനൈറ്റിൽ തീർത്തേക്കുന്ന മഹാവിസ്മയം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഗംഗാ രാജവംശകാലത്തിലെ വാസ്തുവിദ്യയും ശില്പകലകളൊക്കെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചുമരുകളിലും തൂണുകളിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രധാനം ബാഹുബലി തന്നെയാണ്. സദാസമയം ബാഹുബലിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പ്രത്യേകം പൂജകളൊക്കെ കാണാം. അതുപോലെ തന്നെ ജൈനമതത്തിലെ എല്ലാ തീർത്ഥങ്കരന്മാർക്ക് വേണ്ടിയിട്ടും പ്രത്യേകം സ്ഥാനം ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലായിട്ടുണ്ട്. അപ്പോൾ തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാൽ ജൈനമതക്കാരൊരു ദൈവതുല്യനായിട്ടാണ് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പരമോന്നത ആത്മീയ ഗുരുവായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ ശ്രാവണബെലഗോളയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് 12 വർഷത്തിലൊരിക്കൽ ബാഹുബലി ശില്പത്തിൽ നടത്തുന്ന മഹാമസ്തകാഭിഷേകമാണ്. അപ്പോൾ ജലം, പാല്, തൈര്, കരിമ്പിന്നീര്, കരിക്കും വെള്ളം, ചന്ദനം, മഞ്ഞൾ, കുങ്കുമം തുടങ്ങിയവ ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കിയ 1008 കലശങ്ങൾ ശില്പത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പുണ്യമന്ത്രങ്ങളുടെ അകമ്പടിയോട് കൂടി ശില്പത്തെ അഭിഷേകം ചെയ്യുന്നത്, അല്ലെങ്കിൽ ശില്പത്തിൻ്റെ ശിരസിൽ നിന്നും താഴേക്ക് ഒഴിക്കുന്ന ആ ഒരു ചടങ്ങിനെയാണ് മഹാമസ്തകാഭിഷേകം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരിക്കൽ പാലുപയോഗിച്ച് അഭിഷേകം ചെയ്തപ്പോഴാണ് പാല് മലയുടെ മുകളിൽ കൂടെ ഒഴുകി കുളത്തിലേക്ക് പതിച്ച് കുളം വെള്ള കളറായെന്നും ശ്രാവണബെലഗോള എന്ന പേര് വന്നതെന്നും വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സമയത്ത് ഈ അഭിഷേകം കാണാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ ഒരു ചെറിയ പട്ടണത്തിലേക്ക് ഒഴുകിയെത്തുന്നത് കേട്ടോ. അവസാനം 2018 ഇവിടെ മഹാമസ്തകാഭിഷേകം നടന്നത്. അപ്പോൾ ഇനി 2030 നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിന്ധ്യഗിരിയിൽ നിന്ന് ചന്ദ്രഗിരി മല ലക്ഷ്യമാക്കി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ക്യാമറ എന്തായാലും കയ്യിലേക്ക് വന്നു. ആ ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന കൗണ്ടറിൽ കൊടുത്തേക്ക് പറഞ്ഞു കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറകൾ ഏതൊക്കെയാണെന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് ചോദിക്കാറുണ്ട്. ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നത് DJIയുടെ ആക്ഷൻ 5 Pro ആണ്. പിന്നെ മൊബൈൽ വിവോയുടെ X200 Pro, പിന്നെ Insta360 X4 ഉണ്ട്. അങ്ങനെ 3 ക്യാമറകളാണ് ഉപയോഗിക്കുന്നത്.
കൂടുതൽ ഉപയോഗിക്കുന്നത് DJIയുടെ ആക്ഷൻ 5 Pro തന്നെയാണ്. നമുക്കിനി ചന്ദ്രഗിരി മലയുടെ മേളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ കയറിയ വിന്ധ്യഗിരി അഥവാ ഇന്ദ്രഗിരി. അപ്പോൾ ഈ രണ്ട് മലകളും പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നത് വിന്ധ്യഗിരി, ദൊഡ്ഡബെട്ട, അതുപോലെ ചന്ദ്രഗിരി, ചിക്കബെട്ട. വലിയ മലയും ചെറിയ മലയും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഈ രണ്ട് മലകളും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ചന്ദ്രഗിരി മലയുടെ മേളിലേക്കുള്ള പ്രവേശന കവാടം, ചന്ദ്രഗിരി മഹാദ്വാർ. അപ്പോൾ നമ്മൾ ചന്ദ്രഗിരി മലയുടെ മേളിലേക്ക് കയറി തുടങ്ങി കേട്ടോ. ഇവിടെ പാറയുടെ മേളിൽ പടവുകൾ കൊത്തിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സ്റ്റെപ്പുകൾ നോക്കി കഴിഞ്ഞാലേ ഈ രണ്ട് വശത്തെ സ്റ്റെപ്പുകളും രണ്ട് കാലത്തായിട്ട് കൊത്തിയെടുത്ത പോലെ ഉണ്ടേ. ഇത് കണ്ടോ, ഇത് അവസാനമായിട്ട് കൊത്തിയ പോലെ ഉണ്ട്. അത് കണ്ടതിൻ്റെ കളറ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതിന് കുറച്ചുകൂടെ പഴക്കം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മലയ്ക്ക് തറനിരപ്പിൽ നിന്ന് ഏകദേശം 200 മീറ്റർ ഹൈറ്റേ ഉള്ളൂ കേട്ടോ. സ്റ്റെപ്പുകളാണെന്നുണ്ടെങ്കിലും മാക്സിമം 300 സ്റ്റെപ്പുകൾ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ നമുക്കത് വിന്ധ്യഗിരിയുടെ ഒരു പൂർണ്ണ രൂപം കിട്ടുന്നുണ്ട്. കണ്ടില്ല ഇപ്പോഴും. അപ്പോൾ ഒരു വെയിലത്ത് ഒരുപാട് പേരാണ് കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും. ഏറ്റവും ബെസ്റ്റ് ടൈം രാവിലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കയറാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. കാരണം വെയിലത്ത് പെട്ടെന്ന് ആ പാറയുടെ മേലിൽ നടന്നാൽ ടയേർഡാവും. പ്രായമായിട്ടുള്ളവർക്ക് അവർ പെട്ടെന്ന് ക്ഷീണിച്ച് പോകുന്നുണ്ട്. ഈ പാറയുടെ മേലിൽ തന്നെ ഒരുപാട് പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണാം കേട്ടോ. കേട്ടോ, വലിയ പാറക്കൂട്ടങ്ങൾ. ഇതിൻ്റെ മേളിലേക്ക് കയറിയപ്പോഴത്തേക്കേ നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല സുഖമാണ്. അതുകൊണ്ട് ആ ചൂടൊന്നും നല്ലപോലെ അറിയാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ശ്രാവണ ബലഗോളയിലെ ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് വിന്ധ്യഗിരി മലയുടെ മേളിൽ സ്ഥിതി ചെയ്യുന്ന ഗോമതേശ്വര ശില്പമാണ് കേട്ടോ, അഥവാ ബാഹുബലിയുടെ ശില്പം തന്നെയാണ്. അപ്പോൾ ആ ശില്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ കൊത്തിയേക്കുന്ന ബാഹുബലി ശില്പമായിട്ടാണ് അറിയപ്പെടുന്നത്. AD 983 ഗംഗാ രാജവംശത്തിലെ രാജാവായിരുന്ന രാജമല്ല നാലാമൻ്റെ മന്ത്രിയായിരുന്ന ചാമുണ്ഡരായനാണ് ആ ശില്പം അവിടെ സ്ഥാപിക്കുന്നത്. AD 981 അരിസ്തനേമി എന്ന ശില്പിയാണ് ആ ശില്പം നിർമ്മിക്കുന്നത് കേട്ടോ. പൂർണ്ണമായിട്ടും വൈറ്റ് ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്തേക്കുന്ന ശില്പമാണ്. പിന്നെ ഏറെ കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മലയുടെ മേളിലോ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തോ ഒന്നും വൈറ്റ് ഗ്രാനൈറ്റ് ഇല്ല. അപ്പോൾ ഈ പാറയൊക്കെ എന്ന് പറയുന്നത് വൈറ്റ് ഗ്രാനൈറ്റ് അല്ല. പിന്നെ ആ പാറ എവിടുന്ന് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആ ശില്പം എവിടുന്ന് നിർമ്മിച്ചു കൊണ്ടുവന്നു? ഇവിടെ ഇതിൻ്റെ മേളിൽ വെച്ചാണ് നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട്, ആ മലമുകളിൽ. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സാധ്യമായി? കാരണം ആ കല്ല് ഇല്ലാത്ത പക്ഷം അതിപ്പോഴും ഗവേഷകരെ കുഴക്കുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതുമല്ല അന്നത്തെ കാലത്ത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ശില്പമായിട്ട് ഒരു കേടുപാടുകളോ ഈ മഴയും വെയിലും എല്ലാം കൊണ്ടിട്ട് ഒരു കേടുപാടുകൾ പോലും ഇല്ല. പൂർണ്ണമായിട്ടും അതിൻ്റെ അളവുകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും കൃത്യമായിട്ടുള്ള അളവിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്ഭുതം അല്ലേ, അല്ലാതെ എന്ത് പറയാനാ. അപ്പോൾ വിന്ധ്യഗിരി മലയുടെ അഭിമുഖമായിട്ടാണ് ചന്ദ്രഗിരി മല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ചന്ദ്രഗിരി മലയിൽ നമുക്ക് 14ഓളം ജൈന ക്ഷേത്രങ്ങൾ അഥവാ ജൈന ബസതികൾ കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൗര്യ രാജവംശത്തിലെ രാജാവായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ബസതി തന്നെയാണ്. പിന്നെ വിവിധ തീർത്ഥങ്കരന്മാർക്ക് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ നിന്നുമാണ് ചന്ദ്രഗിരി എന്ന ഈ ഒരു മലയ്ക്ക് പേര് ലഭിച്ചത് കേട്ടോ. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ ഗുരുവായ ഭദ്രബാഹു ഒരുമിച്ച് ഈ മലയുടെ മേളിൽ വന്നെന്നും സന്യാസം സ്വീകരിച്ചെന്നാണ് പറയുന്നത് കേട്ടോ. BC 300 കാലഘട്ടത്തിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചന്ദ്രഗിരി മലയിലെ ഈ ജൈന ക്ഷേത്രങ്ങളും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത സ്തൂപവും എല്ലാം ഒരു വിസ്മയം തന്നെയാണ് കേട്ടോ. ജൈനമതത്തിൻ്റെയും നമ്മുടെ ഭാരതത്തിൻ്റെയും ശില്പ വാസ്തുവിദ്യയുടെ വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ ശ്രാവണ ബലഗോളയിൽ കാണുന്ന ശിലാനിർമ്മിതികളെല്ലാം തന്നെ. ഈ പാറയുടെ മേളിലൊക്കെ ധാരാളം ലിഖിതങ്ങളൊക്കെ നമുക്ക് കൊത്തി വെച്ചേക്കുന്നത് കാണാം കേട്ടോ. കണ്ടില്ലേ, ഗ്ലാസ് ഇട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തേക്കുവാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കേവ് കാണാം. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുവായിരുന്ന ഭദ്രബാഹു ധ്യാനിച്ചിരുന്നത് ഇതിനുള്ളിലായിരുന്നു. നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാം. ഭദ്രബാഹുവിൻ്റെ അവസാന കാലഘട്ടം വരെ ഉപവാസം നടത്തിയിരുന്നത് ഇവിടെയായിരുന്നു കേട്ടോ. ഭദ്രബാഹുവിൻ്റെ കാൽപ്പാദം നമുക്കിവിടെ ദർശിക്കാം. ഇവിടെ പ്രത്യേകം പൂജയൊക്കെ നടക്കും, പുഷ്പങ്ങളൊക്കെ അർപ്പിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ശ്രാവണ ബലഗോള അറിയപ്പെടുന്നത് തന്നെ ഇവിടുത്തെ ജൈന ക്ഷേത്രങ്ങളുടെ പേരിലാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വിന്ധ്യഗിരിയുടെ മേലിലുള്ള ബാഹുബലിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം അഥവാ ഗോമതേശ്വര ക്ഷേത്രം. അപ്പോൾ ആരാണ് ബാഹുബലി? അപ്പോൾ ജൈന മതത്തിൽ മൊത്തം 24 തീർത്ഥങ്കരന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൽ ആദ്യത്തെ തീർത്ഥങ്കരനും ജൈന മതത്തിൻ്റെ സ്ഥാപകനുമായ ഋഷഭനാഥൻ്റെ മകനായിരുന്നു ബാഹുബലി. ഋഷഭനാഥൻ സന്യാസം സ്വീകരിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വീതിച്ചു കൊടുത്തു. അതിൽ അസ്മക രാജ്യം ബാഹുബലിക്ക് ലഭിച്ചു. അപ്പോൾ ബാഹുബലിയുടെ സഹോദരനായ ഭരതൻ ദിഗ്വിജയം നേടി കേട്ടോ. ദിഗ്വിജയം എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കുകളിൽ നിന്നും നേടിയ വിജയമാണ്. ദിഗ്വിജയം നേടി ബാഹുബലിനെ ആക്രമിക്കാനായിട്ട് വന്നു. അങ്ങനെ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ ബാഹുബലി വിജയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ബാഹുബലി
ബാഹുബലിയുടെ രാജ്യം ഭരതന് വിട്ടുകൊടുത്തിട്ട് സന്യാസം സ്വീകരിച്ചിട്ടോ, തൻ്റെ വസ്ത്രം വരെ ഉപേക്ഷിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമാണ് നമ്മൾ ആ ഒരു ബാഹുബലി ശില്പത്തിൽ കാണുന്നത്. പൂർണ്ണ നഗ്നനായിട്ടാണ് ആ ഒരു ശില്പമുള്ളത് കേട്ടോ. അപ്പോൾ ആ ശില്പം അങ്ങനെ നിൽക്കുന്ന ധ്യാന രീതിക്ക് ഗയോത്സർഗ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ധ്യാനിക്കുന്ന ഒരു രീതിയാണ്. രണ്ട് കൈകളും ശരീരത്തോട് ചേർത്ത് പിടിച്ച് നിന്ന് ധ്യാനിക്കുന്ന ഒരു രീതിയാണ് ഗയോത്സർഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ധ്യാന രീതിയിൽ ബാഹുബലി വർഷങ്ങളോളം നിന്നെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ വർഷങ്ങളോളം നിന്നിട്ട് ഈ വള്ളിപ്പടർപ്പുകളും സസ്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ ശരീരത്തോടെ ഇങ്ങനെ പടർന്നു കയറി. നമുക്ക് കാണാം ആ ശില്പത്തിൽ വള്ളിപ്പടർപ്പുകളൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രതീകം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ്. ഇവിടുത്തെ സന്യാസിമാർക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അവർ വസ്ത്രം ധരിക്കില്ല, മുഴുവൻ സമയവും പൂർണ്ണ നഗ്നരായിട്ടാണ് നടക്കുകയുള്ളൂ. ഈ മലയുടെ മേളിൽ അങ്ങനെ ഒരുപാട് സന്യാസിമാരുണ്ട്. അവർ ഈ ജൈന സന്യാസിമാരാണ് കേട്ടോ. അപ്പോൾ ബാഹുബലിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു പ്രതീകം ഉൾക്കൊണ്ടിട്ടാണ് അവരിങ്ങനെ നഗ്നരായിട്ട് നടക്കുന്നത് കേട്ടോ. അവരെ ദിഗംബരന്മാരെന്നാണ് വിളിക്കുന്നത്. അതായത് ദിക്ക് വസ്ത്രമായിട്ട് സ്വീകരിച്ചത്, അല്ലെങ്കിൽ ആകാശം വസ്ത്രമായിട്ട് സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ സന്യാസിമാരും സന്യാസിനിമാരും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം സന്യാസിനിമാരെ കണ്ടില്ലായിരുന്നു. സന്യാസിനിമാർ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ചില സന്യാസിമാർ ഒരു വെളുത്ത കോണകം ധരിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ പേരും നഗ്നരായിട്ടാണ് നടക്കുന്നത്. അവരുടെ കയ്യിലൊരു മയിൽപ്പീലി കൊണ്ട് നിർമ്മിച്ച ഒരു വിശറിയുണ്ട്. അതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ചിലപ്പോഴൊക്കെ അവരുടെ ഒരു മുൻഭാഗം ഇങ്ങനെ ആ ഒരു വിശറി വെച്ച് മറച്ചിട്ട് നടന്നു പോകുന്നതും കാണാം കേട്ടോ. ഈ ചന്ദ്രഗിരി മലയിലാണ് അവർ താമസിക്കുന്നത്. ഇവിടുന്ന് ബാഹുബലിക്ക് പൂജ ചെയ്യാനായിട്ട് വിന്ധ്യഗിരിയിലേക്ക് ഒരു തുണ്ട് വസ്ത്രം പോലും ധരിക്കാതെ പൂർണ്ണ നഗ്നരായിട്ട് നടന്നു പോകും കേട്ടോ. അതും ഈ ടൗണിക്കോടെയൊക്കെ ആളുകളുടെയൊക്കെ ഇടയിലൂടെ. അപ്പോൾ എന്നും തന്നെ ഈ ഒരു ചന്ദ്രഗിരി മലയെന്ന് വിന്ധ്യഗിരി പോയിട്ട് ബാഹുബലിക്ക് പൂജ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന സന്യാസിമാരാണ്. നമുക്കവിടെ ആ ഒരു സന്യാസിനിമാരെയൊക്കെ പൂജ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആളുകളൊന്നും അതൊന്നും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അവർ മുന്നിൽ കൂടെയൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ കൂടുതലും വരുന്നത് ഈ ജൈനമതത്തിൽ പെട്ടവരാണ് കേട്ടോ. ഇവിടെ തീർത്ഥാടകരൊക്കെ ആയിട്ട് വരുന്നത്. ആ മലയുടെ മേളയിൽ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ. നല്ല പൊരി വെയിലായേ. ഇവിടെ രാവിലെ കയറണം, അല്ലെങ്കിൽ ഈവനിങ് ടൈം ബെസ്റ്റാണ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. 2-3 ദിവസമായി നാട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട്. സമയം 10 മണിയായി. അധികം താമസിക്കാതെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. ബൈ ബൈ. ഓക്കെ, അപ്പം ശ്രാവണ ബലഗോളയിലേക്ക് എങ്ങനെ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, നമുക്ക് AC ഇട്ടിട്ട് എൻ്റെ പോലെ നമ്മളിപ്പോൾ കാറിലാണല്ലോ വന്നേ. അപ്പോൾ ബസ് മാർഗവും ട്രെയിൻ മാർഗവും വരാം. ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്. പിന്നെ ബസ് മാർഗം വരാനാണെന്നുണ്ടെങ്കിൽ ഈ ശ്രാവണ ബലഗോളയിൽ നിന്ന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഹാസനാണ്. ഹാസനിൽ നിന്ന് കർണാടക RTCയുടെ ബസ്സിൽ കയറിയിട്ട് ചെന്നരായ പട്ടണത്തിലേക്ക് വരണം. കാരണം അവിടുന്ന് ഡയറക്റ്റ് ബസ് ഇവിടേക്ക് കിട്ടില്ല. ചെന്നരായ പട്ടണത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് മാറി കയറണം. ചെന്നരായ പട്ടണത്തിൽ നിന്നൊരു 13 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത് കേട്ടോ. ഹാസനിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ മേളിൽ ദൂരം വരുന്നുണ്ട്. ഇനി ട്രെയിനിന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇവിടേക്ക് ഇല്ല കേട്ടോ. മംഗലാപുരത്തു നിന്നുണ്ട് ട്രെയിൻ അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ആണ്. ഒരുപാട് റൂംസൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവർക്ക് ഗസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട്. അവിടെ ചീപ്പ് റേറ്റിൽ നമുക്ക് റൂമുകളൊക്കെ കിട്ടും. അന്വേഷിച്ച് കഴിഞ്ഞാൽ വെളിയിലൊക്കെ റൂമുകളുണ്ട്. നമ്മളെടുത്തേക്കുന്ന ഇത് 1000 രൂപ മേളിലാണ് റേറ്റ് വന്നത് കേട്ടോ. റൂമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ ശ്രാവണ ബലഗോളയിലേക്ക് ഇന്നലെ വൈകിട്ട് എത്തിയതാണ്. തിരിക്കുവാണ് ഇവിടുന്ന്. ഒരുപാട് ദൂരം ഓടാനായിട്ടുണ്ട്. 500 കിലോമീറ്റർ മേളിൽ വരും വീട് വരെ. നമ്മൾ ഈ വീഡിയോക്ക് എടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ നല്ല ടൈം എടുക്കും. അപ്പോൾ ഇവിടുന്ന് നേരെ ചെന്നരായ പട്ടണം, ഹാസൻ, പെരിയപട്ടണം, ഗോണിക്കോപ്പ, കുട്ട, മാനന്തവാടി വഴിയാണ് പോകുന്നത്. എന്തായാലും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെയായി അടുത്ത വീഡിയോയിൽ കാണാം.